യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ അതറിയുന്നുവല്ലോ. എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസമുള്ളവൻ ആയിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുവാനും സാവധാനമായി മറുപടി പറയുവാനും ഉത്സാഹിക്കുന്നുവെങ്കിൽ വലിയ അനർത്ഥത്തിൽ നിന്ന് ഒഴിവാകാൻ ഇടയായിത്തീരും. പെട്ടെന്നുണ്ടാകുന്ന കോപങ്ങൾ വലിയ പരാജയത്തിലും ബന്ധങ്ങളുടെ അകൽച്ചകൾക്കും കാരണമായി തീരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ വന്ന ഒരു കഥ വായിപ്പാൻ ഇടയായി തീർന്നു. ഒരപ്പനും 6 വയസ്സുള്ള ഒരു മകനും, ഒരു പിതാവും 6 വയസ്സുള്ള മകനും തമ്മിൽ വലിയ സുഹൃത്തുക്കളെ പോലെയാ, കൂട്ടുകാരെ പോലെ. ഈ അപ്പന്റെ ജോലിയിൽ ഈ പിതാവിന് ഒരു പ്രൊമോഷൻ ലഭിച്ചപ്പോൾ ആ സന്തോഷം കൊണ്ടൊരു കാറ് വാങ്ങി, പുതിയൊരു വാഹനം വാങ്ങി. അപ്പോൾ ഈ പുതിയ കാറിനകത്ത് ഈ അപ്പനും മകനും കൂടെ യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ റോഡ് സൈഡിൽ കണ്ട ഒരു കട കണ്ടപ്പോൾ ഈ വാഹനം അവിടെ നിർത്തി ഈ പിതാവ് ആ കടയിലേക്ക് കയറിയ സമയം കൊണ്ട് ഈ കാറിൽ നിന്ന് ഈ മകൻ ഇറങ്ങി അവിടെ കിടന്ന ഒരു കമ്പിക്കഷ്ണം എടുത്ത് ആ കാറിൽ ഇങ്ങനെ പോറൽ ഏൽപ്പിച്ചു. അപ്പോൾ അപ്പൻ വന്ന് നോക്കുമ്പോൾ കാറ് നിറച്ച് പോറൽ കണ്ടിട്ട് ഈ പിതാവ് അവന്റെ കയ്യിൽ നിന്ന് ഇരുന്ന ആ കമ്പിക്കഷ്ണം വാങ്ങി ആ മകനെ തല്ലി. ആ തല്ല് കൊണ്ടത് തലയിലായിരുന്നു. പെട്ടെന്ന് ഈ കുഞ്ഞു വലിയ വായിൽ കിടന്ന് കരയുക, വലിയ അലർച്ചയിൽ കരയുമ്പോൾ ഈ അപ്പന് ഈ മകനെ വാഹനത്തിൽ കയറ്റി ഇവരിങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പന്റെ കോപം അടങ്ങി. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പന്റെ ദേഷ്യം മാറി. പക്ഷേ ഈ കുഞ്ഞിന് അതിവേദനയാൽ അവന്റെ കരച്ചിൽ നിർത്തുന്നില്ല. അപ്പന് വലിയ സങ്കടമായി. പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ പെട്ടെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ അപ്പനോട് പറഞ്ഞു, ഈ കുഞ്ഞിന് ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ കുഞ്ഞിനെ ICUലാക്കി. അപ്പൻ വളരെ തകർന്നു. ആ പിതാവ് തകർന്നു പോയി. വലിയ മനോവേദനയോടെ വലിയ വായിൽ കരയുക. ഈ പിതാവ് വന്നിട്ട് ആ ICUലെ ഗ്ലാസ്സിലൂടെ ഈ മകനെ നോക്കുമ്പോൾ ഈ മകൻ അപ്പന്റെ മുഖത്തേക്ക് നോക്കി ചെറിയ പുഞ്ചിരിയോടെ കൈ ഉയർത്തി കാണിച്ചു. സ്തോത്രം. ഏതൊരപ്പനും തകർന്നു പോകും. അപ്പൻ തല്ലിയ മകൻ അപ്പന്റെ തല്ലുകൊണ്ട് ഓർമ്മശക്തി തിരിച്ചു കിട്ടത്തില്ല എന്ന് കേട്ടപ്പോൾ ഒരു പിതാവിന്റെ ഹൃദയം തകർന്നു. ആ മകൻ അതിനോടൊപ്പം ആ മകന്റെ ചിരി കണ്ടപ്പോൾ ഈ അപ്പന് താങ്ങാൻ പറ്റിയില്ല. സഹിക്കാനാകാതെ ഈ അപ്പൻ നടന്ന് ആ കാറിന്റെ അരികിലേക്ക് വന്നു. ആ കാറിന്റെ അരികിലേക്ക് വന്ന് ആ മകൻ ആ കാറിലെല്ലാം പോറലേൽപ്പിച്ച ആ പോറലേക്ക് തലോടി നോക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നു, ഐ ലവ് യു ഡാഡി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഡാഡി എന്ന് കണ്ടപ്പോൾ അപ്പൻ ഒന്നും കൂടെ തകർന്നു. ആ പിതാവ് പെട്ടെന്നുണ്ടാകുന്ന കോപത്താൽ, പെട്ടെന്നുണ്ടായ ദേഷ്യത്താൽ മകനത് സംഭവിച്ചതോർത്ത് തകർക്കപ്പെട്ടുപോയി. ആമേൻ. ബന്ധങ്ങളുടെ അകൽച്ചകൾ, പരാജയങ്ങൾ, തകർച്ചകൾ, ഒരിക്കലും താങ്ങാനാവാത്ത വേദനകൾ കടന്നു വന്നത് അല്പസമയത്തെ ദേഷ്യമാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യങ്ങൾ നമ്മളെ വലിയ വേദനയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആമേൻ, കേൾക്കാൻ വേഗതയും പറയാൻ താമസവും കോപത്തിന് താമസമുള്ളവരായിരിക്കാൻ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ആ കൃപ ഏറ്റെടുക്കാൻ